ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എഡ്യൂവാല 2.0. +2 സി എക്സാമിന് നിങ്ങൾ എങ്ങനെ വേണം പഠിക്കാൻ, ഏത് സബ്ജക്റ്റുകൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് പഠിക്കാം എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ കൊമേഴ്സ് സബ്ജക്റ്റുകളെല്ലാം എക്സാമുള്ള ടൈം ടേബിൾ എല്ലാം പറയുന്നുണ്ട്. ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ സാധിക്കുക, അതും കൂടി നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അത് എങ്ങനെ പഠിക്കണം, ഈ രീതിയിൽ പഠിക്കാതെ നിങ്ങൾക്ക് ഇനിയുള്ള കുറച്ച് ദിവസം നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. നോക്കി നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ കൊമേഴ്സ് സബ്ജക്റ്റുകളായ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, CA, എക്കണോമിക്സിൻ്റെ സബ്ജക്റ്റുകളാണ്, ഡേറ്റുകളാണ് മിസ് ഇവിടെ എഴുതിയിരിക്കുന്ന എക്സാമിൻ്റെ ഡേറ്റുകൾ. നമുക്ക് 23rd ബിസിനസ് സ്റ്റഡീസ് എക്സാം ആണ്. അതിനുശേഷം 24th 2 എക്സാം, ഇംഗ്ലീഷും അക്കൗണ്ടൻസിയും ഉണ്ട്. 26th എക്കണോമിക്സ്, 25th അതിൻ്റെ ഇടയിൽ മാത്സ് ഉണ്ട്. 27th കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഒരു 23rd സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 27th അവസാനിക്കുന്ന ഒരു 5 days, 1 week എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല, നമുക്ക് 5 daysനുള്ള ഒരു എക്സാം ടൈം ടേബിൾ ആണ് നമ്മുടെ കയ്യിൽ. എക്സാം ആണ്. നമുക്കറിയാം കഴിഞ്ഞ മാർച്ചിൽ, ഇപ്പോഴത്തെ നമ്മുടെ മാർച്ചിലെ എക്സാം എഴുതിയ കുട്ടികളുടെ ഫീൽഡ് കുട്ടികൾക്കുള്ള ഒരു എക്സാം ആണ് അല്ലേ. അപ്പോൾ ഈ എക്സാം എഴുതുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യമായിട്ട് തന്നെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എല്ലാ ഭാഗവും നമുക്ക് പഠിച്ചെത്താനൊന്നും പറ്റത്തില്ല, പക്ഷെ എന്നാൽ നമുക്ക് പാസ്സാവും വേണം അല്ലേ. അപ്പോൾ അക്കൗണ്ടൻസി നമുക്ക് എങ്ങനെ പഠിക്കാം? അതായത് നമുക്കറിയാം കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് അക്കൗണ്ടൻസിനെ കുറിച്ച് മേ ബി ബേസിക് ഇല്ലാത്തവരുണ്ടാവാം. ഒരു ബേസിക്കും സേനെ കുറിച്ചിട്ടില്ല. അപ്പോൾ എക്സാം എഴുതാൻ വേണ്ടിയുള്ള ബേസിക് സ്റ്റഡീസ് ഒന്നും അവർക്കില്ല. അക്കൗണ്ടൻസിയുടെ എന്താണ് അക്കൗണ്ടൻസി എന്ന് പോലും അറിയാത്തവർക്ക് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികളുമുണ്ട്, AFS കുട്ടികളുമുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ 36ഉം AFSൽ 48ഉം മാർക്ക് വാങ്ങാത്തത്, അതായത് TE മാർക്ക് വാങ്ങാത്ത എല്ലാ കുട്ടികളും ഫെയിൽഡ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് ഒരു +1 കഴിഞ്ഞ് നമ്മളൊരു 30 മാർക്ക്, ഇവിടെ ഒരു 45 മാർക്കോളം നമ്മൾ വാങ്ങിയേ പറ്റൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, കമ്പ്യൂട്ടറൈസ്ഡുകാർ ഫസ്റ്റത്തെ 4 ചാപ്റ്റേഴ്സ് നിർബന്ധമായും വിത്ത് ഓൾ പ്രോബ്ലംസ് അറിഞ്ഞിരിക്കണം. അതായത് 1ാം പാഠത്തിലുള്ള പ്രോബ്ലംസ്, അക്കൗണ്ട്സുകൾ, അതുപോലെ 8 മാർക്കിൻ്റെ. അപ്പോൾ 8 മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ മാറിയിട്ട് നമുക്ക് 6 മാർക്കായിട്ട് പിന്തള്ളപ്പെട്ടു. അപ്പോൾ 6 മാർക്ക് എല്ലാ പ്രോബ്ലംസും കവർ ചെയ്യണം, AFS കുട്ടികളായത് ഓൾ പ്രോബ്ലംസ്. ദെൻ പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത്, കമ്പ്യൂട്ടറൈസ്ഡുകാർക്ക് ഈ 4 പാഠം തന്നെ പഠിച്ചാൽ ജയിക്കാം. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വരും. അതിൽ 20 മാർക്ക് അവർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ കുറച്ച് PDF-കൾ, കുഞ്ഞു കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി, അതിൽ നിന്നുള്ള മാർക്ക് അവർക്ക് കിട്ടും. AFSകാരെ സംബന്ധിച്ച് ഫസ്റ്റത്തെ 4 ചാപ്റ്റേഴ്സ് മാത്രമാണ് പ്രോബ്ലംസിൽ പറയണേ. 2ാമത്തെ സെറ്റ് AFS ക്വസ്റ്റ്യൻ പേപ്പർ, മീൻസ് AFS ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിലെ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസും 6 മാർക്കിന് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ഫസ്റ്റത്തെ പാഠത്തിൽ നിന്ന് മാത്രം അത് പഠിക്കുക. പിന്നെ നമുക്കൊരു 4 മാർക്കിന് ചോദിക്കുന്ന കമ്പാരേറ്റീവ് ഓർ കോമൺ സെൻസ് അത് പഠിക്കാം. ഇത് മാത്രം മതി AFS ടെക്സ്റ്റ് ബുക്ക് മൊത്തം നിങ്ങൾ പഠിക്കാം. ഇതിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പുഷ്പം പോലെ നിങ്ങളുടെ അക്കൗണ്ടൻസി പാസ്സാവാനായിട്ട് പറ്റും. ഈ പറഞ്ഞ പോലെ 48ഉം 80ലൊക്കെ ഒരു 40ഉം 60ലൊക്കെ ഒരു 30ഒക്കെ നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടും. ഒരു വിഷമം അതിൽ വിചാരിക്കേണ്ട ആവശ്യമില്ല. അക്കൗണ്ടൻസി ഇങ്ങനെ പഠിക്കാം, അപ്പോൾ പ്രോബ്ലംസും ഒക്കെ അറിയാം. ഇനി അക്കൗണ്ടൻസിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിസ്സിൻ്റെ അടുത്തേക്ക് വരാം, മിസ്സിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുക കേട്ടോ. നമ്മൾ നാളെ മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നൊരു ട്രയൽ ക്ലാസ് ആണ് പോയിട്ടുള്ളൂ. അതായത് നമ്മുടെ ക്ലാസ് എങ്ങനെയായിരുന്നു, ഒരു മോട്ടിവേഷൻ പോലെ നിങ്ങൾ ഡിപ്രസ് ആവാതിരിക്കാനും ടെൻഷൻ ആവാതിരിക്കാനും, ഇനി എക്സാം ചെയ്ത് ഞാൻ തോൽക്കുമോ മിസ്സേ, ഞാൻ ജയിക്കുമോ എന്നുള്ള സംശയങ്ങളുള്ളവർക്കൊക്കെ ഒരു മൊത്തത്തിലൊരു പോസിറ്റീവ് ക്ലാസ് മാത്രമാണ് ഇന്നത്തെ ട്രയൽ ക്ലാസ്സിൽ മിസ് ഉദ്ദേശിച്ചത്. നാളെ മുതലാണ് സബ്ജക്റ്റ് വൈസ് ക്ലാസ്. അപ്പോൾ അക്കൗണ്ടൻസിനെ കുറിച്ചിട്ട് ഒരു വിവരം അല്ല, എന്നാൽ പാസ്സാവും വേണമെന്നുള്ളവരെ മിസ്സിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ. അതേപോലെ തന്നെ അടുത്ത സബ്ജക്റ്റ് ബിസിനസ് സ്റ്റഡീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 12 പാഠങ്ങളോളം അതിൽ പഠിക്കാനുണ്ട്. അതിലെ ഫസ്റ്റത്തെ നമുക്ക് ഓരോ സെറ്റായിട്ട് പഠിക്കാം. ഫസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സിന് നമുക്കൊരു ഗ്രൂപ്പ് ആക്കാം. പിന്നത്തെ ഒരു 6 ചാപ്റ്റേഴ്സ്, 6 പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോൾ, 5 പാഠങ്ങൾ, 5 ചാപ്റ്റേഴ്സിനെ നമുക്കൊരു സെറ്റാക്കാം. പിന്നെ അതിൽ ഒരു പാഠത്തിൽ നമുക്ക് ഒരു സെറ്റാക്കാനും പറ്റില്ല, അതിന് നമുക്ക് ഒറ്റയ്ക്ക് നിർത്താം. അത് ഗ്രൂപ്പിൽ കൂടാത്ത പാഠം.
ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. പിന്നെയുള്ള 2 ചാപ്റ്റേഴ്സ് നമുക്ക് സെറ്റാക്കാം, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ കൺസ്യൂമറിൻ്റെ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 11 പാഠങ്ങളോട് പഠിക്കാനുണ്ട്. ഒരു പാഠം സ്കിപ്പിംഗ് ആണ്. അപ്പോൾ ഈ 11 പാഠത്തിൽ വളരെയധികം ഇമ്പോർട്ടൻറ്റും ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് വെയിറ്റേജ് കൂടുതലായിട്ടുള്ള ഒരു 6 പാഠങ്ങളുണ്ട്. 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 4 ആൻഡ് ചാപ്റ്റർ 6, ചാപ്റ്റർ 7 ആൻഡ് ചാപ്റ്റർ 11. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പാഠമാണ്. ഇവിടെ നിന്നാണ് നമുക്ക് essay ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ പാഠങ്ങൾ ഒരിക്കലും കളയരുത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ ഈ പാഠങ്ങളിൽ നിന്ന് തന്നെയാണ് essay മാർക്ക് എന്ന് പറയുമ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 2 മാർക്കൊക്കെ നമുക്ക് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഈ 6 പാഠങ്ങൾ നല്ലപോലെ അറിയണം. ഇതിൽ 3ാമത്തെ പാഠം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. 3rd ചാപ്റ്റേഴ്സ് ഇപ്പോൾ പഠിച്ചിട്ടില്ല എങ്കിൽ പോലും നോ മാറ്റർ, വിഷയം അവിടെ വരുന്നേ ഇല്ല. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതൊക്കെ പഠിക്കണം, എന്തൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും മിസ്സിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മൾ നിർബന്ധമായും പഠിക്കുന്ന ടോപ്പിക്കുകൾ, നമ്മളെ ബിസിനസ്സിൻ്റെ ക്ലാസ്സുകൾ ഇങ്ങനെയാണ്. നമ്മൾ അക്കൗണ്ടൻസിൻ്റെ ക്ലാസ് ഫസ്റ്റ് നമ്മൾ ചാപ്റ്റർ വൈസ് എടുക്കുന്നു, പ്രോബ്ലംസ് ക്ലാസ്സുകൾ എടുക്കുന്നു, എങ്ങനെയാണ്. ബിസിനസ്സിൻ്റെ ക്ലാസ് നമ്മൾ ആദ്യം ചാപ്റ്റേഴ്സുകൾ എടുക്കുന്നു, അതിനുശേഷം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടൊരു ക്ലാസ് എടുക്കുന്നു, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് എടുക്കുന്നു, അതിനുശേഷം മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സെറ്റായിട്ടൊരു ക്ലാസ് എടുക്കുന്നു, PVQ സെക്ഷൻസ് എടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് ബിസിനസ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ പോവുക, ഒരു 3 ആഴ്ചത്തെ ക്ലാസ്സുകൾ. അപ്പോൾ 25 ഡേയ്സിൻ്റെ ക്ലാസ് നമ്മളിവിടെ സെറ്റാണ്. നിങ്ങൾക്ക് ഓക്കെയാണ്. ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കാനൊന്നും അറിയില്ലെങ്കിൽ എങ്ങനെ ചെയ്യാം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ എക്കണോമിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എക്കണോമിക്സ് നമ്മൾ എടുക്കുക അത്യാവശ്യം നല്ല നന്നായി വൈഡായിട്ട് കവറായിട്ട് തന്നെയാണ് എടുക്കുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കുറച്ച് പഠിച്ചാലും നമുക്ക് ഉണ്ടാക്കിയത് അറിയണം. ഇവിടെ കർവുകൾ മാത്രമായിട്ടുള്ള ക്ലാസ്, അതുപോലെ തന്നെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, പ്രോബ്ലം വൈസ് ക്ലാസ്, പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാറുണ്ട്, ഇതൊക്കെ അറിയണം. കർവ് പഠിക്കുമ്പോൾ തന്നെ 8 മാർക്കിൻ്റെ പ്രോബ്ലംസ് വരാറുണ്ട്, 8 മാർക്കിൻ്റെ തന്നെ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ്. പിന്നെ മൈക്രോയിൽ നിന്ന് ഏതൊക്കെ പഠിക്കണം, മാക്രോയിൽ നിന്ന് ഏതൊക്കെ പഠിക്കണം, ഇങ്ങനെയുള്ള വ്യത്യസ്തപരമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കടന്നു പോയാൽ മാത്രമേ എക്കണോമിക്സിലും പാസ് മാർക്ക് കിട്ടുള്ളൂ. എക്കണോമിക്സിൽ നമുക്ക് 80-ൽ ഒരു 48 കിട്ടാൻ കുറേ ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൻ്റെ കർവ് അതേപോലെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക, പ്രോബ്ലംസ് കുറച്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ പ്രോബ്ലംസ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളതിൽ സെറ്റാണ്. പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ വളരെ സുഖമാണ്. കുറവ് ക്വാണ്ടിറ്റി ഇതിൽ പഠിച്ചാൽ മതി, ഇതിലധികം പഠിക്കാനില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റിയ സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇവിടെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഇല്ല, പ്രാക്ടിക്കൽ എക്സാം കംപ്ലീറ്റ്ലി പോയി. കുറച്ച് തിയറിയിൽ വലിയ കുറച്ച് പാഠങ്ങളുണ്ട്. അതായത് ഇതിന് നമുക്ക് സെറ്റാക്കി തിരിക്കുക. C++ലെ പാഠങ്ങൾ, HTML ഒരു 2 പാഠം, C++, HTML, SQL, ജാവയിൽ ഒരു പാഠം എടുക്കുന്നുണ്ട്. ഇതൊന്നും പോവാത്ത RDBMSഉം DBMSഉം ഒരെണ്ണം ഉണ്ട്. ഇങ്ങനെ 1, 2, 3, 4, 5 സെറ്റ് പ്രോഗ്രാമുകളിൽ ഓരോ ചാപ്റ്റേഴ്സുകൾ കൊടുത്ത്. ഇപ്പൊ C++ൽ ഒരു 3 പാടുണ്ട്, HTML 2 പാടുണ്ട്, SQL ഒരു പാടുണ്ട്, ജാവയിൽ ഒരു പാടുണ്ട്, DBMSൽ ഒരു പാടുണ്ട്. അപ്പൊ തന്നെ 8 ചാപ്റ്റേഴ്സ് ആയി നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട്. പിന്നെ നമുക്ക് വെബ് ടെക്നോളജി, വെബ് ഹോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പാഠം ഇതേ ലെവലിൽ സെറ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്കൊരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ദിവസം നിങ്ങൾക്ക് ഇതുപോലത്തെ ഡെയിലി ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ മിസ്സിന്റെ നമ്പറിൽ കോൺടാക്ട്. ഇപ്പൊ 4 സബ്ജക്റ്റ് മിസ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. എഡ്യൂവാല 2.0 നമ്മൾ ഈ ഒരു ചാനൽ ബേസിക് ആയിട്ട് ഇങ്ങനെ തന്നെയാണ് ക്ലാസ് എടുക്കുക. ബുക്കും സ്കെച്ചും പേനൊക്കെ വെച്ച് പാസ്സാവേണ്ട കുട്ടികൾക്ക് PDF-ൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മിസ്സിന്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ് അവൈലബിൾ ആണ്. ഡെയിലി ക്ലാസ് ഉണ്ടായിരിക്കും. ഈ 25+ ഡേയ്സും നമ്മൾ ക്ലാസ് നടത്തിയിരിക്കും. ഫസ്റ്റത്തെ 2 വീക്സ് നമ്മൾ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളാണ്. ഓരോ ചാപ്റ്ററുകളിൽ നിന്നും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ പഠിക്കുന്നുള്ളൂ. എനിക്കറിയാം എൻ്റെ മുന്നിലുള്ള എല്ലാ കുട്ടികളും ബാച്ചിലെ കുട്ടികളാണ്. രണ്ടാമതായിട്ട് നമ്മൾ ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് റിവിഷൻ വീക്കാണ്. അതിൽ ഫുൾ നമ്മൾ PVQ സെക്ഷൻസ്, മെയിൻലി കഴിഞ്ഞ വർഷത്തെ നിങ്ങൾ എഴുതിയ മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ
നിങ്ങൾ എഴുതിയ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് തന്നെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻസ് മാത്രം പഠിച്ചു വന്ന് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോൾ അതിൽ എക്സ്ട്രാ നമ്മൾ കണ്ട അതും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. വേറെ ഒന്നുമല്ല, നാളെ മുതൽ നമ്മൾ ഈ പറഞ്ഞ ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യാണ്. സമയമല്ല, നിങ്ങൾ എത്രയും വേഗം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വന്നാൽ അത്രയും നിങ്ങൾക്ക് ബെറ്റർ ആണ്. ഫോൺ നമ്പർ മിസ്സിലൂടെ കൊടുക്കുന്നുണ്ട്. 7907664613 എന്ന് പറഞ്ഞ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും. മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡൗട്ട്സിനും നമുക്ക് ഇന്നൊരു ട്രയൽ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ആ ട്രയൽ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. അപ്പോൾ ജയിക്കണം, എങ്ങനെയെങ്കിലും മാർക്ക് വാങ്ങണം എന്നുള്ള കുട്ടികളെ എത്രയും വേഗം അഡ്മിഷൻ എടുത്ത് നാളെ മുതൽ ഒരു 25 ഡേയ്സിന് ജസ്റ്റ് നമ്മുടെ ക്ലാസ് കാണാൻ പഠിക്കാം. ഓക്കെ എവ്രിവൺ, താങ്ക് യു സോ മച്ച്.